Okay, good morning dear students. നമ്മൾ ഇന്നത്തെ പാർട്ട് ഇന്ത്യ ബിറ്റ്വീൻ AD 750 and 1200 ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന കുറേ സംഭവങ്ങളുടെ അനലൈസേഷനാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ ഒരു പാഠം ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കുറേ ഇങ്ങനെ കാണും, പേജസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എഴുത്തിൽ AD, അതായത് 200 AD, 700 AD, BC എന്നൊക്കെ പറഞ്ഞിട്ട് ബിഫോർ ക്രൈസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ടാവും, ആഫ്റ്റർ AC അല്ലേ, ആഫ്റ്റർ ക്രൈസും ബിഫോർ ക്രൈസ് ഇഷ്ടംപോലെ ഉണ്ടാവും, ക്രിസ്തു വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ നടന്ന സംഭവങ്ങൾ അനലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യേണ്ട, വല്ലാതെ ലാഗ് ആവേണ്ട, ദേഷ്യമൊന്നും വരണ്ട. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ ഒരു സംഭവത്തിൽ, അത് ഏത് കാലഘട്ടമാണ്, ഏർലി മിഡീവൽ പീരീഡാണത്. ഒരു ഏർലി മിഡീവൽ പീരീഡിൻ്റെ കാലഘട്ടം മീൻസ് AD 750 to 1200 കാലഘട്ടം. ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിൽ നടന്ന കുറേ സംഭവങ്ങളുടെ അനലൈസേഷനാണ് ഈ പാഠം മൊത്തം. മിസ് അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് നടന്ന ഓരോരോ കാലഘട്ടത്തിൽ വന്ന കുറേ മാറി 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 രാജവംശങ്ങൾ, ഓരോരോ രാജവംശത്തിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ്, ലിറ്ററേച്ചറിലുള്ള ഡെവലപ്മെൻറ്റ്സ്, ആർട്ടിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ്, ലിറ്ററേച്ചർ, ആർട്ട്, ലാംഗ്വേജ്, ദെൻ കൾച്ചർ, എക്കണോമിക്കൽ ലൈഫിൽ വന്നത്, പൊളിറ്റിക്കൽ ലൈഫിൽ വന്നത്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അയൽപ്രദേശം കീഴടക്കുക, ബൗണ്ടറി കുറച്ചുകൂടി കൂട്ടുക, മറ്റവർക്ക് കീഴടക്കി ഓരോ കൂടി ചേർക്കുക, അതൊക്കെയാണ് പൊളിറ്റിക്കലി വരിക. ഇന്നത്തെ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ലൈഫ് അല്ല പണ്ട്. അവർക്ക് അതിർത്തി കുറച്ചുകൂടി കൂട്ടിയിട്ട് അയൽപ്രദേശം കീഴടക്കുക എന്നുള്ള മെയിൻ ഫോക്കസ് ചെയ്യുന്ന പണ്ടത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ പൊളിറ്റിക്സ് എന്താണ്, നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ തൊട്ടപ്പുറത്തുണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് പാകിസ്ഥാൻ. നമ്മുടെ സ്വാതന്ത്ര്യം 47 അല്ലേ, 1947 എന്ത് ചെയ്തു, ഭിന്നിപ്പും വന്നു. നമ്മൾ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രവും നമ്മൾ ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും, ഭാരതം പിന്നെ ഹിന്ദുസ്ഥാനും പിന്നെ പാകിസ്ഥാനും അല്ലെ, പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഈ രണ്ടെണ്ണമായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇപ്പം എന്തില്ല, അപ്പുറത്തെ പ്രദേശം നമ്മൾ ഇന്ത്യ രാജ്യം, നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വേറെ രാജ്യമായി മാറി. അല്ലെങ്കിൽ ചൈന, ഇപ്പുറത്ത് കിടക്കുന്നത് ചൈനയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിർത്തി എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് നമ്മൾ കൂട്ടിച്ചേർക്കാനോ അങ്ങനത്തെ ഒരു ഉണ്ട്. അമേരിക്കയെ പോലുള്ള വലിയ വലിയ യൂറോപ്യൻ കുത്തക രാഷ്ട്രങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മളവിടേക്ക് മിസൈലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പം നടക്കൂല. കാരണം നമ്മുടെ ഭരണത്തിന് ഹെഡിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അതിന് വലിയ ഇത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇന്ത്യക്കാർ നമ്മളിപ്പോൾ അമേരിക്കയെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ള വലിയ ചിന്താഗതി, അമേരിക്കക്ക് ഇപ്പോൾ ഇന്ത്യയെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് അവർ ബൗണ്ടറി വലുതാക്കുക എന്നുള്ള അങ്ങനത്തെ ഓവർ എന്തില്ല ഈ ഒരു കാലഘട്ടത്തിൽ, അത്ര സംഭവങ്ങളില്ല. കീഴടക്കി ഭരിക്കണം എന്നുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പണ്ടത്തെ അത്രത്തോളൊരു അക്രമവാസന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. രാജ്യങ്ങൾ തമ്മിലുള്ളത് കുറേ കുറവാണ്. അതിന് നമ്മുടെ WTO ഒക്കെ ഉണ്ടല്ലോ അല്ലേ, വേൾഡ് ട്രേഡ് അങ്ങനെ നമ്മളെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനെ സഹകരണം നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ഈ ഒരു കാലഘട്ടം AD 750 1200 കാലഘട്ടത്തിൽ നടന്ന ഈ ഉണ്ടായ രാജവംശങ്ങൾ ചെറിയ ചെറിയ അയൽപ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ ഓരോ രാജവംശങ്ങളാണ്. ഇവർ കുറച്ച് അപ്പുറത്ത് മറാത്താനെ അങ്ങോട്ട് പിടിച്ചെടുക്കുക, കുറച്ച് ബീഹാറിനെ അങ്ങോട്ട് എടുക്കുക, അങ്ങനെ ചെറുത് ജില്ല ഡിസ്ട്രിക്റ്റായിട്ട് വിഭജിക്കുക. ചിലപ്പോൾ ഡിസ്ട്രിക്റ്റിനാണ് ഇവരും കൂടി എടുക്കുന്നത്, ഓരോരോ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് മറ്റേ ഡിസ്ട്രിക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ആക്രമിച്ച് കീഴടക്കുന്നതൊക്കെ. അങ്ങനത്തെ കുറേ ആളുകളല്ല, രാജവംശങ്ങളുടെ പേരും ആ സമയത്തുണ്ടായ ഡെവലപ്മെൻറ്റ്സുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏർലി മെഡീവൽ പീരീഡ് എന്നാണ് ഈ ഒരു പീരീഡിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഇതിനെ എന്തെന്നും പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിന് ഡാർക്ക് ഫേസ് എന്നും വിളിക്കുന്നു. ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ അല്ലേ. എന്താണ് ഡാർക്ക് ഫേസ് എന്ന് വിളിക്കാൻ കാരണം, ആ സമയത്ത് ഇത് നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ അതാണ് മിസ് നേരത്തെ തന്നെ അതേ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഓരോ രാജ്യം ഇങ്ങനെ അവനിലേക്ക് ചേർക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് ചെയ്യുക, ബിസി ഫൈറ്റ് അല്ലേ, മിസ് എഴുതുക ബിസി ഫൈറ്റ്. മിസ് എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബിസി ഫൈറ്റ് അല്ലേ, കണ്ടോ, ബിസി ഫൈറ്റ്. അതായത് എന്ത് ചെയ്യുക, ഫൈറ്റ് ചെറുതായിട്ട് യുദ്ധം നടത്താൻ കൂടി കൂട്ടിച്ചേർക്കുക, അത് അപ്പോൾ വലുതായി ഇവർ രണ്ടാളും കൂടി ഒന്നോ എന്നിട്ട് അപ്പുറത്തേനെ കൂട്ടിച്ചേർക്കും. അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇതിനൊരു ഡാർക്ക് ഫേസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താ, ഈ ഒരു കാലഘട്ടത്തിൽ ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, പിന്നെ അതായത് ലാംഗ്വേജ് ഏതൊക്കെയാണ് മിസ് ഇവിടെ എഴുതിയത്, ബംഗാളി, മറാത്തി ആൻഡ് ഒറിയ. ഈ ഒരു ഇതിൽ ആ സമയത്തുള്ള ലാംഗ്വേജസ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്തു,
പഠിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊക്കെ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആർട്ടിൽ കലാപരമായിട്ടൊക്കെ ജനങ്ങൾ കുറേ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് കിട്ടിയ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഏർലി മിഡീവൽ പീരീഡ്. ദെൻ ലാംഗ്വേജിൽ ഭാഷാ സംബന്ധമായി നമുക്ക് കുറേ ഡെവലപ്മെൻറ്റ്സും നമുക്ക് കുറേ കോൺട്രിബ്യൂഷനും ഒക്കെ കിട്ടിയൊരു കാലഘട്ടമാണ് നമ്മുടെ ഏർലി മിഡീവൽ പീരീഡ്. നെക്സ്റ്റ് ലിറ്ററേച്ചർ, സാഹിത്യപരമായിട്ട് കുറേ രചനകളും കുറേ സംഗീതങ്ങളും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു സംസ്കൃതം, അതായത് സംസ്കൃതം എന്നുള്ളൊരു ലാംഗ്വേജിനാണ് മുൻതൂക്കം നൽകി. നമുക്കറിയാം സംസ്കൃതം ആരുടെ ഭാഷയായിരുന്നു? ബ്രാഹ്മണരുടെ ഒരു ഭാഷയായിരുന്നു സംസ്കൃതം. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ വേദ കാലഘട്ടത്തിൽ 4 ഗ്രന്ഥങ്ങൾ നമ്മൾ പറയലുണ്ട്. ചില മിസ്സിൻ്റെ ചില ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേദകാലഘട്ടത്തിലേക്ക് വരും. അങ്ങനെ നമ്മളിത് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആർട്ടായാലും ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ഇതിലാണ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അത് ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഓർത്തഡോക്സ് ഒരു ഒരു ഇൻട്രോവേർട്ടായിട്ട് അവർ മാത്രം മതി, ഒരു ഉള്ളോട്ട് വലിയൊരു സംഭവം. കാരണം വേറെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, അവർ മറ്റുള്ളവരോട് മിങ്കിളൊന്നും ചെയ്യാതെ ഞങ്ങളുടെ ഭാഷയാണ് സംസ്കൃതം, ഞങ്ങളാണ് അതിൽ ശ്ലോകങ്ങളും ഞങ്ങൾക്കേ അറിയൂ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ കുത്തവകാശം. മറ്റുള്ള ശൂദ്രാസും പിന്നെ എനിക്ക് താഴെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, പാവപ്പെട്ട ആൾക്കാർ, അവർക്കൊന്നും പഠിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, ഞങ്ങളാണ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലാംഗ്വേജ് സംബന്ധമായിട്ട് ചില ഇഷ്യൂസൊക്കെ ഈ ഒരു ഏർലി മിഡീവൽ പീരീഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചൊരു വിഷയം കൂടി മിസ് ഇവിടങ്ങളോട് പറയാണ്. കാരണം ബ്രാഹ്മണരുടെ കുത്തക ആ സമയത്ത് ഭൂമി, അതായത് ലാൻഡ്, പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ലാൻഡ് കൈയടക്കി വെച്ചതും ആരാണ്? ബ്രാഹ്മണരാണ്. അവർ ഈ ലാൻഡ് എന്ത് ചെയ്തു? ഈ ഇതുണ്ടല്ലോ താഴേക്കിടയിലെ ജനങ്ങൾക്ക് വീതിച്ച് നൽകി അവരോട് കൃഷി ചെയ്യാൻ പറഞ്ഞു. കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം ആരെടുക്കും? ബ്രാഹ്മണരെടുക്കും. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം അത് സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാരും മാറ്റാനൊന്നും തയ്യാറല്ല. പിന്നീടാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം നമ്മൾ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സോഷ്യൽ ആയിട്ട് റിഫോമേഴ്സൊക്കെ വന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരു ആണെങ്കിലും പിന്നെ ഒരു മതം ഒരു ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ പറഞ്ഞ് ഉത്ബോധനം ചെയ്യുന്ന രാജാറാം മോഹൻ റോയ് പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നതിന് ശേഷമാണ് ഈ ഒരു കുത്തക, ബ്രാഹ്മണന്മാരുടെ കുത്തക, ഈ വേദകാലഘട്ടത്തിൽ നിന്ന് റിയൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നത് അല്ലേ. ആ വേദകാലഘട്ടത്തിലാണ് ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിലാണ് വേദകാലഘട്ടമൊക്കെ വളരെ ജനങ്ങളുടെ ഇടയിൽ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തി നിറച്ചൊരു സമയം. കാരണം അവർക്ക് അതേ അറിയൂ. വേദകാലഘട്ടത്തിൽ കുറച്ച് വേദമുണ്ട്, ഋഗ്വേദം, സാമവേദം, യജുർവേദ, അഥർവ വേദം. ഇത് ഓരോ വേദത്തിൽ ഓരോരോ സെക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേദം ഋഗ്വേദമാണ്. അതിലാണ് ബ്രാഹ്മണന്മാരുടെ കുത്തക. അവർ സംസ്കൃതം മാത്രം പഠിക്കാൻ പാടുള്ളൂ, അമ്പലത്തിലേക്ക്. അപ്പം അതിനൊരു കാസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, കാസ്റ്റ് സെക്ഷനായിട്ട് മാറാണ് സൊസൈറ്റി. അതും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഭൂമി ആരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ബ്രാഹ്മണരെ മാത്രം. ഇവർക്ക് പാട്ടത്തിന് കൊടുക്കും ഭൂമി. അത് ഭൂമിയിൽ എന്തുണ്ടാണെങ്കിലും ആർക്ക് മാത്രമാവും. ഇനിയിപ്പോൾ ഒരു വാഴക്കൊല ഉണ്ടെങ്കിലും ആ സമയത്താണല്ലോ നമ്മുടെ വാഴക്കൊല എന്ത് ചെയ്യും? ബ്രാഹ്മണർക്ക് മാത്രമാണ്. കവികളൊക്കെ പിന്നീട് അതൊക്കെ ഒരു കവി നമ്മളെന്താണ് വാഴക്കുല എന്ന് പറഞ്ഞൊരു കവിത തന്നെ പിന്നീട് കുമാരനാശാനാണോ ചങ്ങമ്പുഴ എന്ന് തോന്നുന്നു അല്ലേ, ഏതൊരു കവി പിന്നീട് അത് എഴുതിയതൊക്കെ. കാരണം ബ്രാഹ്മണരുടെ ഈ കുത്തവകാശ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ ഒരു പരിഷ്കരണത്തിലേക്ക് സോഷ്യലി നമുക്ക് കുറച്ചൊരു ബുദ്ധി ഉണ്ടാവട്ടെ. കാരണം ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിന് ശേഷം നമ്മൾ എത്രയോ അപ്പുറത്തെത്തിപ്പോയി. ആ സമയത്ത് ജനങ്ങൾക്ക് ഉത്ബോധനം വെപ്പിക്കാൻ, ജനങ്ങൾക്കൊരു ബോധം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വാഴക്കുല വെട്ടിക്കൊണ്ടുപോകുന്നതും ബ്രാഹ്മണർ തിന്നുന്നതും. ഈ കുല ഉണ്ടാക്കിയതും ഇതൊക്കെ ആക്കിയതൊക്കെ ആരാണ്? ഒരു ദരിദ്രനായിരിക്കും, അതായത് ശൂദ്രാസ് എന്ന് പറയും, അവരാണ്. അപ്പോൾ അവർക്ക് ഒരു അവകാശമില്ല, ഡ്രസ്സ് ഇടാൻ അവകാശമില്ല, ഒന്നുമില്ല. ആ സമയത്തുള്ള ആ ഒരു സിറ്റുവേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചത് കവിതകളിലൂടെയൊക്കെയാണ്. ആ സമയത്താണ് അല്ലേ അവർ വാഴക്കുല എന്ന കവിത ചങ്ങമ്പുഴയാണെന്ന് തോന്നുന്നു എഴുതിയത്. അത് പെട്ടെന്ന് എല്ലാവരും സ്പ്രെഡായി. കാരണം അപ്പോഴാണ് ജനങ്ങൾക്ക് ബോധം, ഇവിടെ എങ്ങനെയാണല്ലോ, ഇതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ആണെങ്കിലും ഭൗതികപരമായിട്ടൊക്കെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പിന്നീട് മിസ് ഇതിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക? ഹർഷവർദ്ധന, പാല ഡൈനാസ്റ്റി, ഹർഷവർദ്ധന ഡൈനാസ്റ്റി, രാഷ്ട്രകുദാസ് ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി, പിന്നെ ബ്രാഹ്മണിക്കൽ സൊസൈറ്റീന് ഇമ്പോർട്ടൻസ് ആണ്. അത് വേറെ തന്നെ എസ്സേ ചോദിച്ചു കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഹർഷ, പാല, രാഷ്ട്രകുദാസ്, ചോള, ഇവരൊക്കെ ഈ ഒരു മിഡീവൽ പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ രാജഭരണം കാഴ്ചവെച്ച് പോയ കുറച്ച്
രാജഭരണം അല്ലെങ്കിൽ ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ കാലഘട്ടത്തിലൊക്കെ എന്തുണ്ടായിരുന്നു? ഹർഷവർദ്ധന, ഹീസ് എ വെരി വെൽ നോൺ കിങ്. അദ്ദേഹം